ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മഹത്യയുടെ ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ? അതിൻ്റെ കാരണങ്ങൾ പലതാണ്. സാമൂഹ്യശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും നിരവധി കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അമിത മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. നിരാശ, മോഹഭംഗം, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതിരിക്കുക, ഇതെല്ലാം അതിന് കാരണമായിരിക്കാം. പ്രേമപരാജയം ഒക്കെ ഒരു ഘടകമായി ആത്മഹത്യക്ക് പിന്നിലുണ്ടെന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയുടെ മനഃശാസ്ത്രപരമായ വിശകലനം ഇവിടെ ആദ്യമായി നൽകുന്നു. മനുഷ്യൻ സമൂഹമായി ജീവിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ആത്മഹത്യകളും ഉണ്ടായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എല്ലാ പുരാണങ്ങളിലും ആത്മഹത്യയുടെ ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആധുനിക യുഗത്തിൽ ആത്മഹത്യ സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. ആത്മഹത്യ വാർത്തകൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒറ്റയ്ക്കും കൂട്ടായിട്ടുമുള്ള ആത്മഹത്യകളുടെ കഥകൾ ഒരു നിത്യ സംഭവമായി തീർന്നിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഹംഗറിയിലാണെന്നാണ് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ ഒരു ദിവസം 50-ലധികം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നത്രേ. നമ്മുടെ ഇന്ത്യയിൽ പ്രതിവർഷം 50,000-ൽ കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണെന്ന് ഓർക്കണം. കണക്കിൽപ്പെടാത്ത ആത്മഹത്യകൾ അനവധിയാണ്. ഇവയിൽ മിക്കതും പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം. ഇതിന് കാരണങ്ങൾ പലതാണ്. പലരും ഇത് മൂടിവെക്കാനാണ് ശ്രമിക്കുന്നത്. കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനി ഓർത്ത് കുടുംബാംഗങ്ങൾ സത്യം കഴിയുന്നതും ഒളിക്കാനും മറയ്ക്കാനും ശ്രമിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. പല ആത്മഹത്യകളും തെളിവുകളുടെ അഭാവത്തിൽ അപകട മരണങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു എന്നതാണ് മറ്റൊരു കാരണം. ആത്മഹത്യ ചെയ്യുന്നവരിൽ പലരിലും ഒരു പ്രതികാര വാഞ്ച നിഴലിച്ച് കാണാൻ കഴിയുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ മേൽ ദുഃഖവും വേദനയും അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ആഗ്രഹമാണ് പലരെയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. എതിരാളിയോട് പ്രതികാരം ചെയ്യുന്നതിനായി തന്നെ അയാൾ കൊല ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനായി അയാളുടെ വീട്ടിലോ സ്ഥലത്തോ ചെന്ന് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താൻ ജീവിക്കുന്ന സമൂഹത്തോടോ തൻ്റെ കഷ്ടതയ്ക്കും വിഷമതകൾക്കും കാരണമായ വ്യക്തികളോടോ ആയിരിക്കാം അയാൾ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ അർഹിക്കുന്ന ഉദ്യോഗം ലഭിക്കാത്തതുകൊണ്ടോ പ്രേമപരാജയം നേരിട്ടതുകൊണ്ടോ ഒക്കെ ആത്മഹത്യ ചെയ്യുന്നവരിൽ പ്രതികാരദാഹം തുടിച്ചു നിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ദാനിയ, ഡെമൽഷ്യ, വിഷാദ രോഗങ്ങൾ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, സ്കിസോഫ്രേനിയ, അപസ്മാരം എന്നീ മനോരോഗം പിടിപ്പെട്ടവരിൽ ചിലർ ആത്മഹത്യ ചെയ്തേക്കാം. അതുപോലെ മനോവൈകൃത വ്യക്തിത്വമുള്ളവരിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നീണ്ടു നിൽക്കുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ രോഗികൾ ആത്മഹത്യ ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. രോഗശയ്യയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുമ്പോഴും രോഗത്തിൻ്റെ കാഠിന്യവും രോഗം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണവും ഒക്കെയാണ് ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ വാർദ്ധക്യത്തിൽ നടക്കുന്ന ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്നു. വർദ്ധിച്ചു വരുന്ന ഏകാന്തതയും സാമൂഹ്യമായ ഒറ്റപ്പെടലുമാണ് ഇതിന് കാരണം. ശാരീരികമായ അനാരോഗ്യവും പരാശ്രയവും മനസ്സിന് ക്ഷതമേൽപ്പിക്കുന്നു. തന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരാവശ്യമില്ലെന്ന തോന്നൽ പ്രായമായവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ചില അപകട മരണങ്ങൾ ആത്മഹത്യയുടെ രൂപാന്തരമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അശ്രദ്ധയോടുള്ള വണ്ടി ഓടിക്കൽ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള വാസനയുമായി പലപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അപകടങ്ങൾ ആവർത്തിക്കുന്നവരെ മാനസിക അപഗ്രന്ഥത്തിന് വിധേയരാക്കിയതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള പ്രവണത അവരിൽ
ഒളിഞ്ഞു കിടക്കുന്നതായി കണ്ടിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് പലരും വിവിധ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. കെട്ടിത്തൂങ്ങുക, ട്രെയിനിന് തലവെക്കുക, കിണറ്റിലും പുഴയിലും ചാടുക, വിഷം കഴിക്കുക, സ്വയം തീ വെച്ച് മരിക്കുക, സ്വയം കുത്തിയും വെട്ടിയും വെടിവെച്ച് മരിക്കുക, വിഷവാതകം ശ്വസിക്കുക, സ്വയം വിഷം കുത്തിവെക്കുക എന്നിവയാണ് ആത്മഹത്യയിൽ അവലംബിക്കുന്ന മാർഗങ്ങൾ. ഈ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വ്യക്തിയുടെ മാനസിക പ്രേരണകൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. സ്വയം ശിക്ഷിക്കുന്നതിനുള്ള വാഞ്ച ശക്തിമത്തായിരിക്കുമ്പോൾ ക്രൂരമായ മാർഗങ്ങളാണ് വ്യക്തി സ്വീകരിക്കുന്നത്. കെട്ടിത്തൂങ്ങുക, തീ വയ്ക്കുക, സ്വയം കുത്തിയും വെടിവെച്ചും മരിക്കുക ഇവയെല്ലാം ഈ വകുപ്പിൽപ്പെടുന്നു. ഉറക്കമരുന്നുകളും വിഷവും കഴിച്ച് മരിക്കുന്നവരിൽ താരതമ്യേന സ്വയം ശിക്ഷാവാഞ്ചയുടെ ശക്തി കുറവായിരിക്കും. ആത്മഹത്യയുടെ മറ്റ് ചില കാരണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് അതിൻ്റെ പിന്നിൽ പല കാരണങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയല്ലോ. അത് സാമൂഹ്യശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഒട്ടനവധി കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന പലരും കത്തുകൾ എഴുതി വയ്ക്കാറുണ്ട്. ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ജീവിത പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കുറിപ്പുകളെ വിശകലനം ചെയ്ത് പഠിച്ചാൽ ആത്മഹത്യക്കിടയാക്കിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മരിക്കുക എന്ന ഉദ്ദേശം മാത്രമാണെങ്കിൽ എന്തിനാണ് ഈ കുറിപ്പുകൾ എഴുതുന്നതെന്ന ചോദ്യം ഉദിക്കാം. തങ്ങളുടെ ആത്മഹത്യ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്നും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനുള്ള വെമ്പലായിരിക്കാം ഇതിന് കാരണം. കൂടാതെ തങ്ങളെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവരുടെ ആന്തരിക മനസ്സ് ആഗ്രഹിക്കുന്നുമുണ്ടാകാം. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗവും ലക്ഷ്യം കൈവരിക്കാതെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സില്ലാ മനസ്സോടെ അതിലേക്ക് എടുത്ത് ചാടുന്നത് കൊണ്ടും ആത്മഹത്യയ്ക്ക് സ്വീകരിക്കുന്ന മാർഗത്തിൻ്റെ പരിമിതികൾ കൊണ്ടുമാണിത്. ആത്മഹത്യാ കൃത്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റാരെങ്കിലും ഇടപെട്ട് തടസ്സം നിൽക്കുന്നത് കൊണ്ടും ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ആത്മഹത്യാ ശ്രമത്തിൽ പരാജയപ്പെടുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മായാത്ത പാടുകൾ പതിപ്പിക്കുന്നുണ്ട്. അയാൾ ജീവിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. തെളിവുകളൊന്നുമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ബന്ധുക്കളെയോ മറ്റും പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. കുറിപ്പുകളോ മറ്റു തെളിവുകളോ ഇല്ലാതെ വരുമ്പോൾ ആത്മഹത്യയെപ്പറ്റി കൂടുതൽ ഊഹാഭോഗങ്ങളും സംശയങ്ങളുമായി അത് കുടുംബത്തിലും സമൂഹത്തിലും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആത്മഹത്യയ്ക്കുള്ള കാരണങ്ങൾ എന്തു തന്നെ ആയാലും അതിൻ്റെ പിന്നിൽ വ്യക്തിയിലെ ദുരിതപൂരിതമായ വൈകാരിക അവസ്ഥയായിരിക്കും. യഥാർത്ഥമായിട്ടുള്ളതോ സാങ്കല്പികമായിട്ടുള്ളതോ ആയ കാരണങ്ങളായിരിക്കും അവരെ ഈ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇത്തരക്കാരുടെ വിഷമവും മനക്ലേശവും മനസ്സിലാക്കുന്നതിനും അവ പങ്കിടുന്നതിനും ആളുകളുണ്ടെങ്കിൽ പലരും ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞെന്നിരിക്കും. ആത്മഹത്യ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പുകൾ, ദുഃഖസൂചനകൾ അവഗണിക്കാതെ അവയെ ഗൗരവപൂർവ്വം വീക്ഷിക്കേണ്ടതും വിവേചന ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. മുന്നറിയിപ്പുകളെ നിസ്സാരമായി തള്ളിക്കളയുന്നത് ഒരിക്കലും ആശാസ്യമല്ല. ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടാൽ തന്നെ അവർക്ക് അനുകമ്പാപൂർണമായ ജീവിതം വാഗ്ദാനം ചെയ്യുവാനുള്ള സ്ഥിതിയല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 309 വകുപ്പ് പ്രകാരം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ശിക്ഷാർഹമാണ്. പ്രസ്തുത വ്യക്തിക്ക് 1 കൊല്ലത്തോളം കാലാവധിക്ക് വെറും തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷയോ വിധിക്കപ്പെടുന്നതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. പക്ഷേ ശിക്ഷ പരിഹാരമാർഗമല്ലെന്നും അത് വ്യക്തിയിൽ വിപരീത ഫലം ചെയ്യുമെന്നും ഗവേഷണങ്ങളും പഠനങ്ങളും വ്യക്തമാക്കുന്നു. അപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല.
അയാളെ വീണ്ടും സമൂഹത്തോട് ചേർത്ത് നിർത്തി ഇനി അതിന് ശ്രമിക്കാതെ വണ്ണം സാമൂഹികമായ അംഗീകാരവും ആദരവും കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനാണുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജനിച്ചാൽ മരിക്കണം, മരണം പ്രതീക്ഷിതവും അനിവാര്യവുമാകുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം ജീവിക്കുന്നത്. താൽക്കാലിക നിമിഷത്തിൻ്റെ മായിക ഭ്രമത്തിൽപ്പെട്ട് മരണത്തെ മറക്കുന്നവരാണ് അധികവും. എന്നാൽ ചുരുക്കം പേർ മരണമെന്ന പേടി സ്വപ്നത്തിൻ്റെ ഊരാക്കുടുക്കിൽപ്പെട്ട് സന്യാസികളും അത്യന്താധുനികരുമായി മാറുന്നു. എന്നാൽ അവരാരും നിരാശരായി ആത്മഹത്യ ചെയ്യുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവർ പിന്നെയും മൂന്നാമതൊരു കൂട്ടരാണ്. അവരെ മനോരോഗികളുടെ കൂട്ടത്തിൽ പെടുത്താമോ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ നമുക്ക് അപരിചിതരല്ല. പല കാരണങ്ങളുള്ളതിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പട്ടിണിയുമെല്ലാം ആത്മഹത്യ ചെയ്യുവാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചേക്കാം. ദാരിദ്ര്യം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യുവാൻ തുനിയുന്ന ഒരുവനെ പിടിച്ച് ശിക്ഷിച്ചതിന് ശേഷം അതേ അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിടുന്ന നമ്മുടെ വ്യവസ്ഥിതിയെപ്പറ്റി ആരോടാണ് പറയുക? ചില വിദേശ രാഷ്ട്രങ്ങളിൽ ആത്മഹത്യാ വിരുദ്ധ കേന്ദ്രങ്ങൾ ഉണ്ട്. സൂസൈഡ് പ്രിവെൻഷൻ സെൻറ്റർ മനോരോഗ വിദഗ്ധരുടെയും ചില പുരോഹിതന്മാരുടെയും മേൽനോട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സേവ് എ ലൈഫ് ഫ്രണ്ട്സ് എന്നീ തുടങ്ങിയ പേരുകളിലും ഈ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യാ വിരുദ്ധ കേന്ദ്രങ്ങൾ, ആത്മഹത്യ ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ ആ കേന്ദ്രത്തിലേക്ക് വിളിച്ചാൽ അവിടെ നിന്നും ആളുകൾ വന്ന് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള പരിചരണങ്ങൾ നൽകുകയും ചെയ്യുന്ന ആത്മഹത്യാ വിരുദ്ധ സെൻറ്ററുകൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ആയതിനാൽ ആത്മഹത്യയെ സംബന്ധിച്ച മനഃശാസ്ത്രപരമായ വിശകലനമാണ് നാം ഇതുവരെയും കേട്ടത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിൻ്റെ പ്രശ്നങ്ങൾക്ക് ശരിയായിരിക്കുന്ന പരിഹാരങ്ങളെ കണ്ടെത്തി അതിൽ നിന്നും അനേകരെ മോചിപ്പിക്കുവാനുള്ള, വിടുവിക്കുവാനുള്ള ബാധ്യത സമൂഹത്തിനാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ആത്മഹത്യയെക്കുറിച്ച് ദൈവശാസ്ത്രപരമായ ചില വിവരണങ്ങൾ ഇവിടെ നൽകുന്നു. വിശുദ്ധ ബൈബിളിലും ചില ആളുകൾ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെക്കുറിച്ചും ഉള്ള വിവരണങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ശൗമേൽ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ അഖിത്തോപ്പേൽ എന്ന് പറഞ്ഞ ഒരു ആലോചനക്കാരനെ കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാവീദ് രാജാവിന് അഭിപ്രായങ്ങളും ആലോചനകളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഖിത്തോപ്പേൽ എന്ന് പറഞ്ഞ ആ മാന്യൻ. അദ്ദേഹം ദീർഘവർഷങ്ങൾ ദാവീദിനോട് കൂടെ ആയിരുന്നു. എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ദാവീദിൻ്റെ മൂന്നാമത്തെ മകനായ അബ്ശലോം ദാവീദിനെ സിംഹാസനത്തിൽ നിന്നും നിഷ്കാസിതനാക്കി രാജ്യം പിടിച്ചെടുത്ത്, രാജ്യത്തിന് ഭരണവും പിടിച്ചെടുത്ത് രാജാവിനെ കൊട്ടാരത്തിൽ നിന്നും ആട്ടിപ്പായിച്ചു. അങ്ങനെ ദാവീദ് പ്രാണരക്ഷാർത്ഥം കുറച്ച് ആളുകളെയും കൂട്ടി ദാവീദ് കൊട്ടാരം വിട്ട് വനാന്തരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയതായ സമയത്ത് തനിക്ക് ആലോചന പറഞ്ഞു കൊടുത്തതായ ഈ അഖീത്തോപ്പേൽ ദാവീദിൻ്റെ പക്ഷം ചേരാതെ, അവൻ ദാവീദിനോട് കൂടെ പോകാതെ അബ്ശലോമിൻ്റെ പക്ഷം ചേർന്ന് രാജകൊട്ടാരത്തിൽ അവിടെ താമസിച്ചു. എന്നാൽ ദാവീദിൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ഹൂശായി ദാവീദിനോട് കൂടെ രാജ്യത്തു നിന്നും വനാന്തരത്തിലേക്ക് ദാവീദിനോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി അവൻ തയ്യാറായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നീ രാജകൊട്ടാരത്തിൽ തന്നെ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹൂശായി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ദാവീദ് രാജാവിൻ്റെ ഒരു ചാരനായിട്ട് അബ്ശലോമിനോടൊപ്പം കൊട്ടാരത്തിൽ താമസിക്കാം. അബ്ശലോം ഏതെങ്കിലും നീക്കങ്ങൾ, നടപടികൾ ദാവീദിനെതിരായിട്ട് രാജകൊട്ടാരത്തിൽ എടുക്കുകയാണെങ്കിൽ രാജാവിനെ പിന്തുടർന്ന് വധിക്കുവാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി ബന്ധിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അടിമയാക്കാനോ ഉള്ള ശ്രമം വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് കാലേ കൂട്ടി രാജാവിനെ അറിയിക്കാമെന്ന് പറഞ്ഞ് ഹൂശായി അഖീത്തോപ്പേലിനോടും കൂടെ ചേർന്ന് അബ്ശലോമിനോട് കൂടെ രാജകൊട്ടാരത്തിൽ താമസിച്ചു. അങ്ങനെ ഇരിക്കെ അഖീത്തോപ്പേൽ പറഞ്ഞു, നിൻ്റെ അപ്പനെ പിന്തുടർന്ന്
ഒന്നെങ്കിൽ വധിക്കുകയോ അല്ലെങ്കിൽ അവനെ ബന്ധിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയോ ഞാൻ ചെയ്യാം. എന്നോട് കൂടെ കുറച്ച് ആളുകളെ വിട്ടാൽ മതി, ഞാൻ പോയി ആ കൃത്യം നിർവഹിക്കാം എന്ന് അഖീത്തോപ്പേൽ ഒരു ആലോചന പറഞ്ഞു. അഖീത്തോപ്പേൽ ആ കാലത്ത് പറയുന്ന ആലോചന ദൈവതുല്യമായിരുന്നു, ദൈവം പറയുന്ന വാക്ക് പോലെ ആയിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദാവീദിന് ആലോചന പറഞ്ഞു കൊടുത്തപ്പോഴെല്ലാം അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ദാവീദിന് എതിർപക്ഷത്തായി ഈ അഖീത്തോപ്പേൽ പറഞ്ഞ നല്ല ആലോചനയായിരുന്നു. പക്ഷേ ഹൂശായി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അബ്ശലോം രാജാവ് പറഞ്ഞ് ഹൂശായിയോട് കൂടെ ഒരു ആലോചന ചോദിക്കുക, അവനും കൂടി എന്താ പറയണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൂശായി അബ്ശലോം രാജകുമാരനോട് പറഞ്ഞു, അഖീത്തോപ്പേൽ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ആലോചന നല്ലതല്ല, അതുകൊണ്ട് ഞാനൊരു ആലോചന പറയാം എന്ന് പറഞ്ഞു ഹൂശായി ദാവീദിന് അനുകൂലമായ നിലയിൽ ഒരു ആലോചന പറഞ്ഞു. നിന്റെ അപ്പൻ യോദ്ധാവാണ്, അവനെ നേരിട്ട് ചെന്ന് അഖീത്തോപ്പേലും സൈന്യവും കീഴ്പ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതുകൊണ്ട് അതൊരു ശരിയായ ആലോചനയല്ല എന്നവൻ പറഞ്ഞു. കാരണം അഖീത്തോപ്പേൽ പറഞ്ഞ ആലോചനയായിരുന്നു നല്ലത്, പക്ഷേ ഹൂശായി പറഞ്ഞ ആലോചന അബ്ശലോമിന് ദോഷം വരുന്നതും ദാവീദിന് നന്മ വരുന്നതുമായ ആലോചനയാണ്. അപ്പോൾ ഹൂശായിയുടെ ആലോചനയാണ് അബ്ശലോമിന് ഇഷ്ടപ്പെട്ടത്. അഖീത്തോപ്പേലിൻ്റെ ആലോചനയെ അവഗണിക്കുകയും ഹൂശായിയുടെ ആലോചന അബ്ശലോം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ദാവീദ് ഓടിപ്പോകുമ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവേ, അഖീത്തോപ്പേലിൻ്റെ ആലോചനയെ നീ അബദ്ധമാക്കണം. അവൻ പറയുന്ന ആലോചന കേട്ട് അബ്ശലോം എന്നെ പിന്തുടർന്നാൽ ഞാൻ മരണപ്പെടും, ഞാൻ കൊല്ലപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഖീത്തോപ്പേൽ പറഞ്ഞ നല്ല ആലോചനയെ ദൈവം അബദ്ധമാക്കുകയും ഹൂശായി പറഞ്ഞ ആലോചന അബ്ശലോം സ്വീകരിക്കുകയും ചെയ്തു. അത് അബ്ശലോമിന് ദോഷം വരുന്നതാണ്. ആ ആലോചന കേട്ട് അബ്ശലോമും സൈന്യവും ദാവീദിനെ പിന്തുടരുവാൻ പോകുകയും ഒരു വനാന്തരത്തിൽ വെച്ച് ഓക്ക് വൃക്ഷങ്ങൾ അഥവാ കരുവേലകങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ അടിയിലൂടെ കോവർ കഴുതപ്പുറത്ത് അബ്ശലോം ഓടിച്ചു പോകുമ്പോൾ അവൻ ഒരുപാട് മുടിയുള്ളവനാൽ അവൻ്റെ തലമുടി ഈ കരുവേലക വൃക്ഷത്തിൽ കുടുങ്ങി അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നു. ദാവീദിൻ്റെ സേനാനായകൻ യോവാബും കൂട്ടനും വന്ന് അവനെ കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ അബ്ശലോം രാജകുമാരൻ അകാലത്തിൽ പട്ടുപോയി. ദാവീദും കൂട്ടരും യുദ്ധം ജയിച്ചു. അവർ യെരുശലേമിലേക്ക് വിട്ട സിംഹാസനത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അഖീത്തോപ്പേൽ പറഞ്ഞ ഈ നല്ല ആലോചന നടന്നില്ല, അത് രാജാവ് സ്വീകരിച്ചില്ല എന്ന് കണ്ട് നിരാശനായി ദുഃഖിതനായി അവൻ വീട്ടിലേക്ക് പോയി തൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് തൂങ്ങിച്ചത്തു എന്നാണ് ശൗമേൽ പ്രവാചകൻ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരാശയുടെ ആ പേരിലായിരുന്നു, അല്ലെങ്കിൽ വലിയ നിരാശ, കടുത്ത നിരാശയും ദുഃഖവും തൻ്റെ ആഗ്രഹങ്ങൾ നടന്നില്ല എന്ന ആ പ്രയാസം കാരണത്താലാണ് അഖീത്തോപ്പേൽ ആത്മഹത്യ ചെയ്തത്. വാസ്തവത്തിൽ അഖീത്തോപ്പേൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ട് എൻ്റെ ഈ ആലോചന നടന്നില്ല എന്ന് അവനൊന്ന് പുറയിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഇതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. പെട്ടെന്നുള്ള വികാരത്തിൻ്റെ ആ നിരാശയുടെ മോഹഭംഗത്തിൻ്റെ പേരിൽ അഖീത്തോപ്പേൽ അകാലത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വാസ്തവത്തിൽ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഏത് ആത്മഹത്യയും ഒഴിവാക്കാവുന്നതാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണം എന്താണ്? ആ കാരണത്തെ അറുത്തു മാറ്റിയാൽ, അതിന് പരിഹാരം വരുത്തിയാൽ ആർക്കും ആത്മഹത്യ ചെയ്യേണ്ട വരികയില്ല. ബൈബിളിലെ പുതിയ നിയമത്തിൽ മറ്റൊരു സന്ദർഭമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നല്ലോ യൂദ. യൂദ 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ സൈന്യം പിടിച്ചു. യഹൂദന്മാരുടെ ശുപാർശയാൽ യേശുവിനെ കൊല്ലുവാൻ, ക്രൂശിക്കാൻ വിധിച്ചു എന്ന വാർത്ത യൂദ കേട്ടപ്പോൾ അവന് കുറ്റബോധമുണ്ടായി. അവൻ ആ 30 വെള്ളിക്കാശുമായി മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട മഹാപുരോഹിതന്മാരും പരീശന്മാരും പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? നീ യേശുവിനെ കാണിച്ചു തന്നതുകൊണ്ട് അതിൻ്റെ കൂലിയായ 30 വെള്ളിക്കാശ് ഞങ്ങൾ നിനക്ക് തന്നു. ഇനി ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. നീ നിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. നിരാശനും ദുഃഖിതനും കുറ്റബോധവും നിറഞ്ഞ യൂദ ആ 30 വെള്ളിക്കാശ് ശ്രീപണ്ഡാരത്തിൽ വലിച്ചെറിഞ്ഞിട്ട് താൻ പോയി ആത്മഹത്യ ചെയ്തു, കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ്
ബൈബിളിൽ എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ അത് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ആ 30 വെള്ളിക്കാശ് എടുത്തിട്ട് അവർ പറഞ്ഞു, ഈ കാശ് ശ്രീഭണ്ഡാരത്തിൽ ഇടാൻ പാടില്ല, കാരണം ഇത് രക്തവിലയാണ്, രക്തത്തിൻ്റെ വിലയാണ്, ശാപം കിട്ടും. അതുകൊണ്ട് ഈ കാശ് കൊണ്ട് നമുക്ക് ഒരു കുശവൻ്റെ നിലം വാങ്ങി അനാഥന്മാരെ കുഴിച്ചിടുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശവപ്പറമ്പായി ഇത് തീരട്ടെ എന്ന് പറഞ്ഞ് അവർ ആ 30 വെള്ളിക്കാശ് കൊണ്ടുപോയി കുശവൻ്റെ നിലം വാങ്ങി. ആ നിലത്തിന് രക്തനിലം എന്നർത്ഥം വരുന്ന അക്കൽ ഡാമ എന്ന പേര് നൽകി. ആ സ്ഥലം ഇന്നും യെരുശലേമിൽ ഒരു ശ്മശാന മൂകമായി, പരദേശികളെ കുഴിച്ചിടുന്ന സ്ഥലമായി ആ രക്തനിലം അക്കൽ ഡാമ ഇന്നും ഈ ആധുനിക ഇസ്രായേലിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ സ്ഥലം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നൊരു ശവപ്പറമ്പായി കിടക്കുകയാണ്. അങ്ങനെ യൂദ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. വാസ്തവത്തിൽ യൂദ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യയിലേക്ക് അവന് പോകേണ്ടി വരുമായിരുന്നില്ല. കാരണം അവന് കുറ്റബോധമുണ്ടായി, പാപം ചെയ്തു എന്ന് അവന് സമ്മതിച്ചു, അതിനെക്കുറിച്ച് അവൻ ബോധവാനായി. പക്ഷേ അത് ഏറ്റു പറയേണ്ടത് ആരോടായിരുന്നു? മഹാപുരോഹിതന്മാരോടല്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങയെ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു, അങ്ങ് പാപമില്ലാത്തവനാണ്, അങ്ങിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ എന്ന് യൂദ യേശുവിനോട് നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, ആർദ്രതയുള്ള ദൈവം, സ്നേഹവാനായ യേശു അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുമായിരുന്നു. യൂദയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ഇല്ലായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ശരിയായ സമയത്ത് ശരിയായ ആ തീരുമാനം യൂദയ്ക്ക് എടുക്കാൻ കഴിയാതെ പോയതാണ് അവൻ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പലപ്പോഴും പല തെറ്റുകളും കുറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോഴും ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ബോധം ഉണ്ടായാൽ അതിൻ്റെ പരിഹാരം ആരോടാണ് നാം ചെയ്യേണ്ടത്? ആരോടാണോ തെറ്റ് ചെയ്ത് അയാളുടെ അടുക്കൽ ചെന്ന് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിനൊരു തീരുമാനം ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യൂദ പാപം ചെയ്തു, താൻ ചെയ്ത് തെറ്റായിപ്പോയി, തനിക്ക് കുറ്റബോധമുണ്ടായി. പക്ഷേ ആ കുറ്റബോധം, ആ തെറ്റ് ഏറ്റു പറയേണ്ടതായ ആളോട് വേണം ഏറ്റു പറയേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ വന്നതുകൊണ്ടാണ് യൂദ ആ കാലത്തിൽ മരണപ്പെടേണ്ടതായിട്ട് വന്നത്. ബൈബിളിലെ മറ്റൊരു സന്ദർഭം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുവിശേഷം അറിയിച്ച കുറ്റത്തിന് അവരെ പിടിച്ച് ജയിലിലിട്ടു. എന്നാൽ ജയിലിൽ കിടന്ന പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു. ആ ആരാധനയുടെ ശക്തി കൊണ്ട് കാരാഗൃഹം, ജയിലിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, എല്ലാ തടവുകാരുടെയും ചങ്ങല കയ്യിൽ നിന്ന് അഴിഞ്ഞുപോയി. പൗലോസിൻ്റെയും ശീലാസിൻ്റെ ഉൾപ്പെടെ വെളിച്ചം ഇല്ലാണ്ടായി. അപ്പോൾ ജയിൽ സൂപ്രണ്ട് ഉറക്കമുണർന്ന് ഞെട്ടി ഭയന്ന് വിറച്ച് വെളിച്ചമില്ലാതെ അവൻ അകത്തേക്ക് ചാടി വന്നുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുന്നിൽ വീണ് അവരോട് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഉടനെ പൗലോസ് അപ്പോസ്തലൻ അവനോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പുറത്തു കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയും ആ രാത്രി തന്നെ, അന്ന് തന്നെ അവരോട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുകയും അവർ യേശുവിനെ വിശ്വാസത്താൽ കൈക്കൊണ്ട് ദൈവവചനം കേട്ട് അവർ രക്ഷിക്കപ്പെട്ടു. ആ വലിയൊരു അനർത്ഥത്തിൽ നിന്നും അപകടത്തിൽ നിന്നും അവർക്ക് മോചനം നേടുവാൻ കഴിഞ്ഞു. ആത്മഹത്യക്ക് ശ്രമിച്ചവനാണ്. തടവുകാരെല്ലാം തൻ്റെ കീഴിലാണ്. അവർ തടവുകാരെല്ലാം ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വാളൂരി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പൗലോസും ശീലാസും പറയുകയാണ്, നീ നിനക്ക് ഒരു ദ്രോഹവും ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, ഞങ്ങൾ ആരും ചാടിപ്പോയിട്ടില്ല. അപ്പോഴാണ് അവൻ പറയുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? റോമൻ നിയമം അനുസരിച്ച് ആ സൂപ്രണ്ടിൻ്റെ കീഴിലുള്ള പടയാളികൾ ചാടിപ്പോയാൽ അയാളെ റോമൻ നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ആത്മാവിൻ്റെ രക്ഷയും അതുപോലെ തന്നെ ശാരീരികമായ രക്ഷയും ആ കാരാഗ്രഹ പ്രമാണിക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. അതെന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ്, യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും, ആത്മഹത്യക്കും, മനുഷ്യനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് പാപിയെ രക്ഷിക്കുവാൻ കഴിയും. അവൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സമ്പൂർണമായ പരിഹാരം
നേടിക്കൊടുക്കുവാൻ അവന് കഴിയും. അവനെ ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഒരു കാരണവും ഉണ്ടാകുകയില്ല. ആ കാരണങ്ങൾക്കെല്ലാം സമ്പൂർണ്ണമായ പരിഹാരം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതാണ്. മനുഷ്യൻ്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള ആ രക്ഷ സ്വായത്തമാക്കിയാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. അതുകൊണ്ട് ഈ കാരാഗ്രഹ പ്രമാണിയെ പോലെ നീറുന്ന പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് ചെയ്യുകയല്ല, ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആ വ്യക്തിയെ യേശുവിൻ്റെ സുവിശേഷമാണ് രക്ഷപ്പെടുത്തിയത്. ഇന്നും ആത്മഹത്യ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ വചനം നല്ലൊരു രക്ഷയാണ്, നല്ലൊരു രക്ഷാമാർഗമാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാവമോചനം നേടി ജീവിതത്തിൻ്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കും സമ്പൂർണ്ണമായ പരിഹാരം നേടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.